ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളുകളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ദിവസമായിട്ട് എന്താണെന്നറിയാം. സോ ഇന്ന് ഒരു ലോങ് വീഡിയോ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസങ്ങളായിട്ട് നല്ല തിരക്കും ബിസിയും ഓട്ടവും ട്രാവലിങ്ങും ഒക്കെ ആയിട്ട് വർക്കും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അപ്പം സമയം കിട്ടിയാൽ മാത്രമേ ഇങ്ങനെ പോകുന്ന വഴിക്കൊന്നും റാൻഡം വീഡിയോസ് ഒന്നും എടുക്കാറുമില്ല, അങ്ങനെ പറ്റാറുമില്ല. ഇപ്പോൾ വർക്കിന് പോവുകയാണെങ്കിൽ വർക്കിൻ്റെ വീഡിയോസ് ജസ്റ്റ് എടുക്കും, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു വ്ളോഗ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറ് ഇപ്പൊ കുറച്ച് കുറവാണ്. അപ്പോൾ ഇന്ന് ഇതൊക്കെ എടുത്തു വെച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും, പെട്ടിയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഒരു ലോങ് ഡ്രൈവ് പോവാണ്, ലോങ് ട്രാവലിംഗ് പോവാണ്. കുറേ നാളായിട്ട് കുറച്ച് അമ്പലങ്ങളും ഒക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് പോകണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും പരിപാടികളൊക്കെയാണ്. നോർമലി ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ആണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കൂടി ഞാൻ 2-3 ജോഡി ഡ്രസ്സ് എടുത്ത് വയ്ക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ദിവസത്തേക്ക് പോകുന്നില്ല, നാളെ ഇപ്പോൾ വർക്ക് ഉണ്ടെന്ന് വെക്കുക, ഇന്ന് പോവുകയാണെങ്കിൽ ഞാനൊരു 2 ജോഡി ഡ്രസ്സ് എക്സ്ട്രാ എടുത്ത് വയ്ക്കും. അങ്ങനെയാണ്. ഒരു 4-5 ദിവസത്തേക്ക് പോകുന്നെങ്കിൽ ഞാൻ ഒരു മാസത്തേക്കുള്ള ചെന്നുകൊണ്ട് പോകും. അത് എൻ്റെ ഒരു ശീലമാണ്. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ പൊതുവേ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് കുറേ പിന്നെ ബാത്റൂം തിങ്സ് സാധനങ്ങൾ വേണം. അങ്ങനെ ഒരു 2 പെട്ടി എനിക്ക് തന്നെ കാണും. ഇപ്പോൾ വർക്കിന് പോകുന്നെങ്കിൽ ഒരു 4-5 ബാഗ് ഉണ്ടെങ്കിൽ അതിൽ 2 പെട്ടി എനിക്ക് തന്നെ കാണും സാധനങ്ങൾ. എനിവേ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ചിലപ്പം നമ്മളൊരു വഴിക്ക് പോവുകയാണ്, ചിലപ്പോൾ ഒരു ഡ്രസ്സ് ചിലപ്പം നമുക്ക് ഇട്ടപ്പം ശരിയായില്ല, അല്ലെങ്കിൽ ചിലപ്പം അത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, എന്നാലൊരു അടുത്തൊരു അനദർ ചോയ്സ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വേണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കരുതിയാണ് ഞാൻ എക്സ്ട്രാസ് എടുത്ത് വയ്ക്കാറുള്ളത് ഡ്രസ്സുകൾ. അപ്പം കുറച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ സാരിയൊക്കെ ആയിരിക്കും വേറെ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ മോസ്റ്റ്ലി എൻ്റെ കുറച്ച് സാരി കളക്ഷൻസ് ഞാൻ ഉപയോഗിക്കാത്ത, മീൻസ് ഇതുവരെ വേറെ ചെയ്യാത്ത സാരീസാണ് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് എടുത്ത് വയ്ക്കുന്നു. ഒന്നും അയൺ ചെയ്തിട്ടില്ല. ഞാൻ അയൺ ബോക്സ് എവിടെ പോയാലും ഞാൻ അയൺ ബോക്സ് എടുക്കാറുണ്ട്. സോ അവിടുന്ന് ഒന്ന് അയൺ ചെയ്ത് അവിടുന്ന് സെറ്റ് ചെയ്ത് പോകാറാണ്. ഇപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അവിടെ നിന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് പോകാറാണ് പതിവ്. സോ ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അയൺ ചെയ്യാതെ ചുളിഞ്ഞ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പം ഞാൻ അവിടെ പോയിട്ട് അയൺ ചെയ്ത് നീറ്റായിട്ട് ആ സാധനം കൊടുക്കും, അതായിരിക്കും നല്ലത്. ഞാൻ സാധാരണ അയൺ ചെയ്തുകൊണ്ട് പോയിട്ടുള്ളപ്പോഴൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഫോൾഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ സാധാരണ അയൺ ചെയ്ത് മടക്കി കൊണ്ടുപോയിട്ട് അതങ്ങനെ ഉപയോഗിക്കാറുണ്ട്? നിങ്ങൾക്ക് അത് ഓക്കെ ആണോ? അല്ല നിങ്ങളും അതുപോലെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് അവിടെ പോയിട്ട് അയൺ ചെയ്ത് അപ്പം തന്നെ അയൺ ചെയ്ത് യൂസ് ചെയ്യാണോ ചെയ്യാറുള്ളതെന്ന് പറയണം. എനിക്കിങ്ങനെ ഫോൾഡിങ്, ഇങ്ങനെ മടക്ക് ഫോൾഡിങ് ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു അയ്യോ ശരിയായില്ല. അപ്പം സാരിയൊക്കെ ആണെങ്കിലും ഫോൾഡിങ് ഇരിക്കുമ്പോഴത്തേക്ക് അയ്യോ അവിടുത്തെ ശരിയായില്ല എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറുള്ളതെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം നമുക്ക് പെട്ടി പാക്ക് ചെയ്താലോ? ഒരു വലിയ പെട്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ കൊള്ളാനുള്ളതേ എൻ്റെ ഡ്രസ്സുകൾ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത. നോക്കാം, ഒരു കുഞ്ഞു പെട്ടിയും കൂടെ ഞാൻ കരുതുന്നുണ്ട്. എനിവേ ഇതിൽ നമുക്ക് സാധനങ്ങൾ പാക്ക് ചെയ്യാം. നോർമലി അമ്പലത്തിൽ പോകണമെങ്കിലൊക്കെ അറിയാലോ, നോർമലി നമ്മൾ അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ സെറ്റ് സാരിയാണ്. അപ്പോൾ ഒരു സെറ്റ് സാരി എടുത്തിട്ടുണ്ട്. അതിനൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്ലൗസാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ബ്ലൗസാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷനിൽ പോകുമ്പം ഇടാലോ എന്ന് വെച്ചിട്ട് അതിന് യോജിച്ചൊരു സെറ്റ് സാരി എടുത്തിട്ടുണ്ട്. സ്റ്റിക്കറാക്കി മാറ്റാം. കാരണം ലാസ്റ്റ് ടൈം ഞാൻ കൊട്ടാരക്കര അമ്പലത്തിൽ പോയപ്പം ഇതിൻ്റെ പല്ലുവിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നേ, ഞാൻ അറിഞ്ഞിട്ടില്ല. തിരിച്ച് ഞാൻ ഇവിടെ വന്ന് സാരി മാറ്റിയപ്പോഴാണ് സ്റ്റിക്കർ ഇരുന്ന് കണ്ടത്, അറിഞ്ഞില്ല. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലൈൻസ് ലൈറ്റായിട്ട് വരുന്നൊരു സെറ്റ് സാരിയാണ്. സെറ്റ് കൊണ്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു സെറ്റ് സാരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലൗസ്, ദെൻ വീണ്ടും ഒരു സെറ്റ് സാരി. അതിങ്ങനെ ബോഡിയിൽ ടെമ്പിൾ ഡിസൈൻസും ബുദ്ധാസൊക്കെ വരുന്നൊരു ഇതാണ്. അതിനും സ്റ്റിക്കർ ഉണ്ട്. സ്റ്റിക്കർ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ടൈം എനിക്ക് അമ്പലത്തിൽ പോയി കിട്ടിയ പോലെ പണി കിട്ടും. അതിന് ഞാനൊരു ടിഷ്യൂവിൻ്റെ ഒരു ഗോൾഡൻ കളർ ബ്ലൗസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലൊരു ഗോൾഡൻ കളർ ബ്ലൗസാണ് എടുത്തിട്ടുള്ളത്. ഒരു സെറ്റ് സാരി കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലൗസ് ഞാൻ എപ്പോഴും എന്താണ് ഉടുക്കാൻ മനസ്സിൽ നേരത്തെ പ്ലാൻ ചെയ്യുന്നത്, ആ ഒരു സാധനം ബ്ലൗസ് അതിൻ്റെ കൂടെ എടുത്ത് വയ്ക്കും. അല്ലെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ പ്ലാനിങ് ചിലപ്പോൾ മാറും.
അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ ഉടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഉടുക്കാറാണ് പതിവ്. ശേഷം ഒരു മൽക്കോട്ടൻ്റെ ബ്ലാക്ക് സാരി കേട്ടോ, ഞാൻ ഉടുത്തിട്ടില്ല. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അതുകൊണ്ട് ഒരു മൽക്കോട്ടൻ്റെ ബ്ലാക്ക് സാരി എടുത്തിട്ടുണ്ട്. നല്ല എന്താ ടസൽസ് ഒക്കെ നോക്കി, നല്ലൊരു ടസൽസ് ഒക്കെ വന്നിട്ട് നല്ലൊരു മൽക്കോട്ടൻ സാരി കേട്ടോ. പിന്നെ ഇതിൻ്റെ ആക്ച്വലി എനിക്ക് മെറ്റീരിയൽ പറയാൻ അറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ, യെല്ലോ കളറ്. അതിലൊരു ബ്ലൂ വന്നിട്ടുള്ള നല്ല സാരി, ഉടുക്കാൻ നല്ല സുഖമാണ്. ഖാദി കോട്ടൺ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല മെറ്റീരിയൽ വൈസ്. ആർക്കെങ്കിലും അറിയെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യാം. അതിനൊരു കോൺട്രാസ്റ്റ് ബ്ലൗസ്, ഇത് കൊടുത്തേക്കുന്ന ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഇതിനെ കൊടുത്തിട്ടുണ്ട്. സോ അതിനനുസരിച്ചുള്ള ഒരു ബ്ലൗസും അതിൻ്റെ കൂടെ വയ്ക്കുന്നു. അതിൻ്റെ തന്നെ വേറൊരു കളർ കോൺട്രാസ്റ്റ് ഉണ്ട്, ഒരു ഗ്രീനും ആൻഡ് അതേ ടൈപ്പ് ബ്ലൂവും. അപ്പോൾ അതിനൊരു ചെറിയൊരു എന്താ പറയുക ബ്രൊക്കേഡ് ഉള്ള ഒരു ബ്ലൗസാണ്. ഈ ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ കല്യാണിയിൽ നിന്ന് എടുത്ത മെറ്റീരിയലാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ഇതൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കാൻ പോയപ്പോഴത്തേക്കും ആ മെറ്റീരിയൽ കിട്ടിയില്ല, കഴിഞ്ഞു പോയി. ഇതിൻ്റെ ഒരു മജന്ത കളറോ എന്തോ സാവന്തിക വാങ്ങിയിട്ടുണ്ട്, അതും സൂപ്പറാണ് കേട്ടോ, നല്ല രസമാണ്. ഒരു സെറ്റുമുണ്ട്, ഇത് ലാസ്റ്റ് ടൈം ഗുരുവായൂർ പോയപ്പോഴത്തേക്ക് വാങ്ങിയ സെറ്റുമുണ്ടാണ് കേട്ടോ. എന്താ പറയുക, നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇതിനൊരു പേര് പറയും, മുള്ളോത്ത് സെറ്റുമുണ്ടാണ്. അതിന് ഞാൻ ഈ ബ്ലൗസ് ചേരും എന്ന് തോന്നി, ലൈക്ക് ചേരുന്നതാണെന്ന് തോന്നിയിട്ട് അതിങ്ങനെ കണ്ടപ്പോൾ സെറ്റും കൊണ്ട് കൊണ്ടുപോയി എടുത്തതല്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ മെറ്റീരിയൽ കണ്ടപ്പോഴത്തേക്ക് കൊള്ളാമല്ലോ, എൻ്റെ ആ സെറ്റും കൊണ്ട് ഇനി ചേരുമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ എടുത്തൊരു ബ്ലൗസാണ്. അപ്പോൾ ഇതെടുത്തു. ഇതൊക്കെ എല്ലാം ഉടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, എന്നാലും ഒരു വഴിക്ക് പോകുന്നില്ലേ, പിന്നെ അവിടെ ചെന്നിട്ട് അന്വേഷിക്കണ്ടല്ലോ. ഇതിൻ്റെ ഒരു ബ്രൈഡ് എനിക്ക് ദക്ഷിണ തന്ന സെറ്റും കൊണ്ടാണ്. എൻ്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തു, ബ്ലൗസ് പീസും തന്നായിരുന്നു, അപ്പം അതും ഞാൻ എടുക്കുന്നുണ്ട്. ബ്ലാക്കിൻ്റെ മൽക്കോട്ടൻ സാരി കേട്ടോ, അതിന് ബ്ലൗസൊക്കെ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. നല്ലൊരു ഒക്കേഷൻ, എന്തെങ്കിലും ഇനോഗ്രേഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ ഉടുക്കാം എന്ന് കരുതിയിട്ട് വെച്ചിരുന്നതാണ്. ബട്ട് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ മൽക്കോട്ടൻ. അതിലിങ്ങനെ റെഡ് ടെസൽസ് ഒക്കെ കണ്ടോ, അരിയിൽ റെഡ് ടെസൽസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ബ്ലൗസും ഞാൻ ബ്ലൗസ് ചെയ്യാറുള്ള എപ്പോഴും 2x2 എടുത്തിട്ട് അതിൽ നിന്ന് മുകളിൽ നിന്ന് പട്ട എടുത്തിട്ട് അതിങ്ങനെ കയ്യിലിങ്ങനെ അറ്റാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ സിമിലിയർ നമുക്ക് ആ സാരി പോലെ തന്നെ തോന്നും. സോ അങ്ങനെയാണ് ഞാൻ നോർമലി സാരിയുടെ മാച്ചിങ് ആക്കി എടുക്കാറുള്ളത്. അതിന് വേറെ റെഡ്, ചില ആൾക്കാർ റെഡൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഞാൻ റെഡ് ഇട്ടില്ല. റെഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്തോ റെഡും ബ്ലാക്കും ആയിട്ട് അങ്ങനെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു എനിക്ക് ബ്ലാക്കും ഇടാനാണ് ഇഷ്ടം. അത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതേ മെറ്റീരിയൽ അതേപോലെ തന്നെ മൽക്കോട്ടൻ്റെ ഇത് 120 കൗണ്ടാണ് കേട്ടോ, നല്ല എന്താ പറയുക, ഇത്തിരി അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള മൽക്കോട്ടൻ സാരിയാണ്. ഒരു ബ്രൗൺ ഷെയ്ഡ് ആൻഡ് എന്താ പറയുക, ഒരു ഡാർക്ക് ബ്രൗൺ, ഇവിടെ ഒരു ലൈറ്റ് ബ്രൗൺ ബോഡിയിലൊക്കെ ആയിട്ടുള്ള നല്ലൊരു എലഗൻറ്റ് മൽക്കോട്ടൻ സാരിയാണ്, അത് എടുത്തിട്ടുണ്ട്. അതിന് പക്ഷേ ഞാൻ കോട്ടൺ സിൽക്കിലാണ് കേട്ടോ ബ്ലൗസ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് പോർഷനൊക്കെ നോക്കി ഇങ്ങനൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, ഇങ്ങനൊരു ബോൾസ് ആയിട്ട് പണ്ടൊക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഞാൻ അങ്ങനത്തെ പാറ്റേൺസ് ഒന്നും അങ്ങനെ ഇടാറില്ല. അങ്ങനെ ഒരു ബ്ലൗസാണ് ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഈ മൽക്കോട്ടിനൊക്കെ നമ്മൾ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പപ്പയുടെ ചുളിയും, ഭയങ്കര സോഫ്റ്റ് ആണ്, ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, അപ്പോൾ ചുളിഞ്ഞു പോകും. എനിവേ അതെടുത്തിട്ടുണ്ട്. ഇതെടുക്കുമ്പോൾ തന്നെ ഏകദേശം ഈ സൈഡ് ഏകദേശം ഫില്ലായി. സാരികൾ ഇത്രയും വെച്ചപ്പോൾ തന്നെ ഏകദേശം ഓവറായിട്ട് എടുക്കുന്നില്ല, കാരണം ഇതൊക്കെ തന്നെ എടുത്തുള്ളൂ. പിന്നെ ഒരു കോട്ടൺ സാരി എടുത്തിട്ടുണ്ട്, കോട്ടൺ സാരി എടുത്തിട്ടുണ്ട്. ഒരു പേജ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അതും എന്താ പറയുക, ഈ ഒരു മുന്തിരി കളർ വേണമെന്നെങ്കിൽ പറയാം, അതും മെറൂണും ഒരു ആഷും എല്ലാം കൂടി വരുന്നൊരു കോമ്പറ്റീഷനാണ്, നല്ല കോമ്പിനേഷനാണ്. എനിക്ക് നല്ല അതിൻ്റെ എലഗൻറ്റ് ബോർഡറാണ്, രണ്ടിടത്തും ഒരേപോലത്തെ ബോർഡറാണ്. ചിലപ്പം നമ്മൾ ചില സാരി കാണുമ്പോഴത്തേക്ക് ഒരു സൈഡ് ഭയങ്കര ബോർഡർ കുറവായിട്ട് തോന്നും. അതിൽ തന്നെ ഞാനൊരു 2x2 എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു മെറൂൺ കളർ 2x2 എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു പട്ട്. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു കോൺട്രാസ്റ്റ് കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. സോ അതാണ് അടുത്ത സാരി. അപ്പം ഞാൻ എടുത്ത എന്തായാലും എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് വന്നു. ഒരു സൈഡ് എനിക്ക് സാരി വെക്കണം
എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് മിക്കവാറും ഇപ്പം തന്നെ പൂർത്തിയാവും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കോട്ടൺ സാരി, ഇത് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിയ സാരിയാണ് കേട്ടോ. എനിക്ക് ഈ ബ്ലാക്ക് ഡ്രസ്സ്, ബ്ലാക്ക് സാരി, ബ്ലാക്ക് ടോപ്പ് ഒക്കെ ഭയങ്കര ഒരു ക്രൈസാണ്. എത്ര ഉണ്ടെങ്കിലും വീണ്ടും ബ്ലാക്ക് സാരി, എനിക്ക് ഒരുപാട് ബ്ലാക്ക് സാരി ഞാൻ തന്നെ വാങ്ങി വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് നമ്മൾ ബ്ലാക്ക് സാരി ഗിഫ്റ്റ് കൊടുക്കില്ലല്ലോ, കാരണം ബ്ലാക്ക് സാരി ഗിഫ്റ്റ് കൊടുക്കരുതെന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിവേ ഒരു ബ്ലാക്ക് സാരി, അതിന് അതുപോലെ തന്നെ ഒരു ചുവൈറ്റും എടുത്തിട്ട് ഞാനിങ്ങനെ അതിലിങ്ങനെ പട്ട അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഈ സാരി ഞാൻ ഇന്ന് കൊടുത്തില്ല, കുറേ ദിവസമായി ഞാൻ ഈ സാരി പർച്ചേസ് ചെയ്ത് വച്ചിട്ട്. എനിവേ ആ സാരി ഉണ്ട്. അപ്പം ഇത് ഇത്രയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ബാഗിൻ്റെ ഈ ഒരു ഡ്രോ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഓവറായിട്ട് വയ്ക്കുന്നില്ല. എനിക്ക് സാരിയൊക്കെ ഒരുപാട് അമർന്ന് ചുളിഞ്ഞ് ഒന്നുകൂടെ ഫോൾഡിങ് ആയിപ്പോകും. ഈസി ആയിട്ട് സിബിടാൻ പറ്റുന്ന തരത്തിൽ കണ്ടോ, ഈസി ആയിട്ട് ഒരു ലൂസ് ഉള്ള തരത്തിൽ തന്നെ അത് പാക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ സൈഡ് വയ്ക്കാം. ഇനി സാരിക്ക് മെയിനായിട്ട് വേണ്ടത് അണ്ടർ സ്കേർട്സ് ആണ്. അപ്പോൾ കുറച്ച് അണ്ടർ സ്കേർട്സ് എടുത്ത് വയ്ക്കുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള അണ്ടർ സ്കേർട്ടുകൾ എനിക്ക് തോന്നുന്നു എളുപ്പത്തിൽ ഫോൾഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാറുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം അണ്ടർ സ്കേർട്ടുകൾ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. എല്ലാത്തിനും വേറെ വേറെ ഷെയ്ഡ്സ് കളേഴ്സ് ആയതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് വയ്ക്കും. എല്ലാ ഇതും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോർമലി ഇങ്ങനെ ഒന്ന് റോൾ ചെയ്താണ് അണ്ടർ സ്കേർട്ട് വയ്ക്കാനുള്ളത്. അയ്യോ, ഞാൻ എടുത്തപ്പോൾ രണ്ടും ഒരേ കളറ്. ഇപ്പം ലൈറ്റ് കളർ എടുക്കാം. അല്ല, ഇതും ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്. എനിക്ക് ഷേപ്പ് വെയറിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം നോർമലായിട്ടുള്ള നമ്മളെ സാധാരണ അണ്ടർ സ്കേർട്സ് ആണ് എനിക്കിഷ്ടം. ഷേപ്പ് വയർ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഇറക്കം കിട്ടാത്ത പോലെ തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ ഷേപ്പ് വയർ അങ്ങനെ ഇടാറില്ല. എല്ലാത്തിനും എല്ലാ സാരിക്കും ഉള്ള അണ്ടർ സ്കേർട്സ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഓഫ് വൈറ്റും എല്ലാ കളേഴ്സിനും വേണ്ടത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, കാരണം നമ്മൾ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം ഇന്ന് നമ്മൾ അണ്ടർ സ്കേർട്ട് വെയർ ചെയ്ത് പിന്നെ നാളെ നമ്മൾ അത് തന്നെ എടുത്ത് ഇടില്ലല്ലോ. അത് മീൻസ് മുഷിഞ്ഞു പോയില്ലേ, അപ്പം അത് നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ. നമ്മൾ വേറെ ഇതായിരിക്കുമല്ലോ ഇടുന്നുണ്ടാവും. എല്ലാ സാരിക്കും ഞാൻ എടുക്കുന്നുണ്ട്. ആവശ്യമുള്ള യൂസ് ചെയ്യാം. വണ്ടിയിൽ സ്ഥലമുണ്ടല്ലോ. ഇത് ആക്ച്വലി ഒരു ഷേപ്പ് വയറാണ് അണ്ടർ സ്കേർട്ട്, അത് ഞാൻ എടുക്കുന്നില്ല. ഇതും ഷേപ്പ് വയറാണ്, ഇത് ഞാൻ എടുക്കുന്നില്ല. ഈ ഗ്രീൻ ഓൾറെഡി എടുത്തു, സോ വേണ്ട. ബ്ലാക്ക് ഞാൻ ഒരെണ്ണം കൂടി എടുക്കുന്നുണ്ട്. കാരണം ബ്ലാക്ക് നമ്മൾ എന്താ പറയുക 2 സാരി എടുത്തിട്ടുണ്ടല്ലോ, അപ്പം വേണം ഒരു എക്സ്ട്രാ ഒരു ഇതും കൂടി എടുത്ത് വെച്ചേക്കാം. ചിലപ്പോൾ മേ ബി അണ്ടർ സ്കേർട്ട് എല്ലാം റോൾ ചെയ്ത് വെച്ചു. അപ്പോൾ ഈ അണ്ടർ സ്കേർട്ട് വേണ്ട, അത് മാറ്റി വെക്കാം. ഞാൻ എല്ലാം എടുത്ത് വെച്ചപ്പോൾ ഇത് ഒരിടത്തും എടുത്തില്ല കേട്ടോ, ഈ മൽക്കോട്ടൻ സാരി. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ആക്ച്വലി പാലക്കാട് പോയപ്പം കൊണ്ടുപോയതാണ്. കുറേ സ്ഥലങ്ങൾ പോയപ്പോൾ ഞാൻ കൊണ്ടുപോയി. ഇത് ഞാൻ ആക്ച്വലി ഈ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഇടുന്നത്. ഇതെനിക്ക് കൊള്ളാമെന്ന് തോന്നി. കാരണം ഇതിൻ്റെ ടെസൽസ് നോക്കിയിട്ടപ്പോൾ ടെസൽസ് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇതിട്ട് കഴിഞ്ഞാൽ നന്നാവും. ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. എനിവേ അപ്പോൾ ഞാൻ ഈ ബ്ലൗസ് ഇടാന്ന് കരുതി എടുത്തു. കുറേ സ്ഥലങ്ങളായിട്ട് ഇത് കൊണ്ട് കിടക്കുന്നു. ഇവിടെയെങ്കിലും ഉടുക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ ആ സാരി ഞാൻ എടുത്തു. പാലക്കാട് കൽപ്പാത്തി പോയപ്പം, രഥോത്സവത്തിന് പോയപ്പം കൊണ്ടുപോയി. എടുക്കാൻ പറ്റണം, രാവിലെയൊക്കെ പോയിട്ട് ഒരു ഫോട്ടോഷൂട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ പോയത്. ബട്ട് അതൊന്നും നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. ദെൻ അതിൻ്റെ തന്നെ ഒരു മൽക്കോട്ടൻ, ഇതും ആ ബ്ലൗസ് തന്നെയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൻ്റെ ടെസൽസും ഇതാണ്. ഇതിൻ്റെ ഞാൻ വേറെ ഇതേ ഒരു കളർ ഷെയ്ഡ്സിലുള്ള വേറെ നോക്കിയപ്പം പലതും സ്യൂട്ടബിൾ ആവുന്നില്ല. പക്ഷേ ആ ബ്ലൗസ് നല്ല ഇതും സ്യൂട്ടബിൾ ആവുന്നുണ്ട്. ഇത് ഞാൻ ചിലപ്പോഴേ ഉടുക്കത്തുള്ളൂ, ചിലപ്പോൾ ഞാൻ ഉടുക്കത്തില്ല. പക്ഷേ ഗ്രീൻ എനിക്ക് ഇഷ്ടമുള്ള കളർ ആയതുകൊണ്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നു എന്ന് മാത്രം. പിന്നെ ഒരു എന്താ പറയുക, ഒരു ജോർജറ്റിൻ്റെ ഒരു ചുരിദാർ എടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ചുരിദാറൊന്നും ഇടത്തില്ല, എന്നാലും ഒരു വഴിക്ക് പോകുന്നില്ല. ചിലപ്പം ഫുഡ് കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടാലോ എന്ന് വെച്ചൊരു ലെഗിങ് ഇടുന്നുണ്ട്. ലെഗിങ് പുതിയതാണ്.
എൻ്റെ ബ്രൗൺ ലെഗിങ് കാണുന്നില്ല. ചിലപ്പോൾ ഇനി എവിടെയെങ്കിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഞാൻ ഇങ്ങനെ ഒരു ഷോൾ, ഒരു കോൺട്രാസ്റ്റ് ഷോളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കൊള്ളാം കേട്ടോ. ഈ ഷോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇതിൻ്റെ ഡൈ കുറച്ച് സ്പ്രെഡ് ആവുന്നുണ്ട്. ചിലപ്പോൾ ദേഹത്തൊക്കെ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഷോള് സൂപ്പർ. ടോപ്പ് പ്ലെയിൻ ആയതുകൊണ്ട് ഷോള് ഇടുമ്പം ഇച്ചിരി ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യും എന്നുള്ളതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ ഞാനത് എടുത്ത് ടോപ്പ് കൂടി എടുത്ത് വയ്ക്കാം. ചിലപ്പം ഇടാൻ പറ്റിയാലോ, നമുക്ക് ഇടാലോ. പിന്നെ ഞാൻ ഓർത്തപ്പം ഒരു ചെറിയൊരു നേർത്ത കരയുടെ ഒരു സെറ്റ് മുണ്ടുകൂടി വയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നേരത്തെ കരയുടെ ഒരു സെറ്റ് മുണ്ടുകൂടി വയ്ക്കാം എന്ന് കരുതുന്നു. ദെൻ അതിൻ്റെ ഇങ്ങനെ തന്നെ ഒരു പ്ലെയിൻ ബ്ലൗസ്, ഇങ്ങനൊരു പ്ലെയിൻ ബ്ലൗസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ലക്കോബ എന്നാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു. സോ ഒരു പ്ലെയിൻ ബ്ലൗസ് കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിയതാണ്, സെറ്റ് മുണ്ട് വാങ്ങിയതാണ്. കണ്ടപ്പോൾ ഇഷ്ടമായി. എനിക്കിങ്ങനെ ചെറിയ കരയുള്ള സെറ്റ് മുണ്ട് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ ഇതുകൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എനിവേ അതുകൂടി ഇരിക്കട്ടെ. പിന്നെ നൈറ്റ് വെയർ ഒരു 2-3 നൈറ്റി എടുക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ നൈറ്റീസൊക്കെ എവിടുന്നാ വാങ്ങുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ നൈറ്റി സത്യം പറഞ്ഞാൽ വാങ്ങാറില്ല. ഞാൻ നൈറ്റി എൻ്റെ കംഫർട്ടബിൾ അനുസരിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കാറാണ് പതിവ്. എനിവേ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് എടുത്ത എൻ്റെ കയ്യിൽ മാത്രമുള്ള എൻ്റെ മാത്രം പാറ്റേൺ, എൻ്റെ മാത്രം ഇതായിട്ടുള്ള നൈറ്റീസാണ്. കണ്ടോ, ഇവിടേക്ക് ഒരു എന്താ പറയുക, ഒരു നെറ്റൊക്കെ കൊടുത്ത് കയ്യിലൊക്കെ കൊടുത്ത് അങ്ങനെ എടുത്തേക്കുന്ന ഒരു 3 നൈറ്റ് വെയർ എടുക്കുന്നുണ്ട്, നൈറ്റീസ് എടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക്, അതും അങ്ങനെ തന്നെ. പാറ്റേൺസ് സെയിം ആണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതിലും ഒരു കൊടുത്തിട്ട് തന്നെ ഒരു നൈറ്റി, പിന്നെ ഒരു ബ്ലൂ നൈറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ടപ്പോഴും ഭയങ്കര രസമുണ്ട്. പിന്നെ നല്ല സുഖമാണ്, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഇതാണ്. സോ എനിക്കിഷ്ടമായി. ഈ ഒരു പാറ്റേൺ അങ്ങനെ ചെയ്യിച്ചെടുത്തതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഇത് വന്നിട്ട് സെമി ക്രേപ്പാണ്. ക്രേപ്പല്ല, സെമി ക്രേപ്പാണ്. നല്ല സുഖമാണ് ഇടാനൊക്കെ. നൈറ്റ് നമുക്ക് ഇടാനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആണ്. മറ്റേ സാറ്റിനേക്കാളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കാണാൻ, ലുക്ക് വൈസ്. ഞാൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വൈൻ റെഡ് കളർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ്. ഓക്കെ, മതി. ഇനി ഞാൻ ഓവർലോഡ് കയറ്റുന്നില്ല. ദെൻ ഇത്രയാണ് ഞാൻ ഇതിൽ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കരുതും ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കും. നോ, കഴിഞ്ഞിട്ടില്ല. എനിക്കിനി കുറച്ച് തിങ്സ് കൂടെ എടുക്കാനുണ്ട്. മീൻസ് ഇപ്പം നമ്മൾ ഒഫീഷ്യലി എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളും പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഇടാനുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി എനിക്ക് കാഷ്വലായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ ഒരു 2-3 ഡ്രസ്സ് കൂടി ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അയ്യോ, എനിക്ക് കൊള്ളാം. ഈ പെട്ടിയുടെ കാര്യമാണെങ്കിൽ ഈ പെട്ടി ഞാൻ വന്നിട്ട് ആമസോണിൽ വാങ്ങിയതാണ്. സോ നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടിയ പെട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല വില കുറച്ച് കിട്ടിയതായിരുന്നു. ഇതൊരു ഓഫർ സെയിൽ നടക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് കൊള്ളാം, നല്ല കിടിലൻ പെട്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. ഇനി അപ്പോൾ ഒരു ചെറിയ ട്രോളി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ട്രോളി കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൽ വയ്ക്കാം. ഓക്കെ, നൈസ്. ഇതിൽ ആദ്യം കണ്ണൻ്റെ ഡ്രസ്സുകളാണ് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കുറച്ച് വാങ്ങിയ 2-3 ഷർട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കിതിങ്ങനെ അഴിച്ചിട്ട് വയ്ക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കണോ എന്നാണ് ഞാൻ നോക്കുന്നത്. കുറച്ച് സ്റ്റിഫായിട്ടുള്ളത് കാരണം എന്തായാലും അയൺ ചെയ്ത് പുള്ളിക്കാരൻ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ഞാനിപ്പം ഇതിന് ഇളക്കി എടുക്കാം എന്ന് തോന്നുന്നു. കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് വയ്ക്കാൻ പറ്റും. ഇന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ കൊടുത്ത് വച്ചിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ടാസ്ക്കാണ്.
ഞാൻ മുട്ടും പിന്നെ എടുത്തിട്ടേ ഇവിടേക്ക് എടുത്തിട്ട് എൻ്റെ കാലിൽ തന്നെ കൊള്ളാനുള്ള പരിപാടികളൊന്നും കാണിക്കുന്നെന്തോ. ഇത് റിമൂവ് ചെയ്ത് വയ്ക്കണേ നല്ലത്, അല്ലെങ്കിൽ സ്പേസ് ഒരുപാടാവും. പിന്നെ ഈ ഡ്രസ്സുകൾ ഇങ്ങോട്ട് കുറച്ചിങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. എന്തായാലും അയൺ ചെയ്തിട്ട് ഉപയോഗിക്കില്ല. എന്നെക്കാളും ഭയങ്കര അയണിങ് പെർഫെക്ഷനിസ്റ്റ് ആണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് രാവിലെ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ ഒരുപാട് നേരം ചെയ്യും. സോ എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കാലിലേക്ക് കൊണ്ട് കയറും, നല്ല സുഖമായിരിക്കും. എനിവേ അപ്പം പെട്ടി കണ്ടോ, കണ്ണിന് വളരെ ഒരു ചെറിയൊരു പെട്ടി എന്ന് കരുതാം. പക്ഷെ കണ്ണിന് വേറെ ബാഗ് കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ ഇടുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതിലെടുത്ത് വയ്ക്കുന്നത്. അവിടെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പൊട്ടലായിപ്പോയി. പൊട്ടിൽ ഗ്ലൂ ഇല്ല, കാരണം ഇത് 2-3 പ്രാവശ്യം മെച്ചപ്പെട്ട. പൊട്ടില്ലെങ്കിൽ എന്തോ പോലെ. ഇതൊരു പുതിയ ഷർട്ടാണ്, ബാക്കിയൊക്കെ പഴയ ഷർട്ടുകളാണ്, യൂസ് ചെയ്ത ഷർട്ടുകളാണ് ബാക്കി. അപ്പം ഇത് മുണ്ടാണ്. ഇതൊരു പൂക്കി ഷർട്ടാണ്. ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്തില്ലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഷർട്ടാണ് കേട്ടോ. അത് എനിക്ക് ഇഷ്ടമായി. അതിൻ്റെ ഒരു ടെക്സ്റ്റർ, അതിൻ്റെ തന്നെ ഒരു ഗ്രീനും ഉണ്ട് പുള്ളിക്ക്, അങ്ങനെ ഷർട്ടുണ്ട്. എന്നോട് പറഞ്ഞ ഉള്ള എല്ലാം ആര് വലിച്ചെടുത്ത് വയ്ക്കരുത്, എൻ്റെ സ്വഭാവം അറിയാൻ ഞാൻ ഫുള്ളെല്ലാം ആരി കെട്ടി ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോവാറ്. അപ്പം പറഞ്ഞു എനിവേ എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് വരണയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പൊതുവെ നേരത്തെ പുള്ളിക്കാരെ ഇങ്ങനെ ചെക്ക് ഷർട്ടുകൾ അങ്ങനെ ഇടാറില്ല. അപ്പം ഞാനാണ് പറഞ്ഞത് ചെക്ക് ഷർട്ട് ഇട്ടാൽ ഒരു നല്ല രസമായിരിക്കും. അങ്ങനെ ചെക്ക് ഷർട്ട് ഇട്ടതാണ്. ഇതിൽ ഞാൻ ഇനി കുത്തി നിറയ്ക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ സാരി എനിക്കുണ്ട്, മീൻസ് വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഈ കളറാണ് വച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. எனவே ഞാനിവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അയൺ ചെയ്യുമല്ലോ, പിന്നെ കുഴപ്പമില്ല. ഓക്കെ, സെറ്റ്. അപ്പം ഇത്രയാണ് ഷർട്ട്. ഒരു കാഷ്വൽ മുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ മുണ്ട്, ഇതിൻ്റെ പാറ്റേൺ മുണ്ട് കൂടി ഞാൻ വയ്ക്കുന്നു. ഒരു 2 എണ്ണം എടുത്ത് വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ റൂമിലൊക്കെ യൂസ് ചെയ്യാൻ ഇത് ഉപകരിച്ചിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എൻ്റെ കുറച്ച് 2-3 കാഷ്വൽ ഡ്രസ്സ് വേണമെങ്കിൽ ഇത് ട്രോളിയിലോട്ട് ഉൾക്കൊള്ളിക്കാം. എങ്ങനെ? ഈ ഭാഗത്തോട്ട് ഇങ്ങനൊരു ലൂസ് പലാസോ പാൻറ്റ്, അതിൻ്റെ ഒരു ഷോർട്ട് കുർത്തി കേട്ടോ, ഒരു ഷോർട്ട് കുർത്തി. ഇത് ഞാൻ വാങ്ങി പാൻറ്റ് റെഡിമെയ്ഡാണ്. പക്ഷെ ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച സാധനമാണ് കേട്ടോ. ഇതെടുക്കുന്നു, നല്ല ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇട്ടിരിക്കാനൊക്കെ നല്ലൊരു കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ ഒരു ലോങ് പാൻറ്റ് എടുക്കുന്നുണ്ട്. അയൺ ചെയ്തിട്ടില്ല, വാഷ് ചെയ്തതാണ് ഞാനിത്. 2-3 നാൾ ഉപയോഗിച്ചായിരുന്നു. പിന്നെ ഇത് സ്റ്റുഡിയോന്ന് എടുത്തൊരു ഷർട്ടാണ്. അപ്പം അത് രണ്ടും കൂടി അകത്ത് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഇന്നർ ഇട്ടിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാം. സോ എല്ലാവരും എൻ്റെ സാരി ഫാൻസ് ആണെന്ന് അറിയാം. അൺഫോർച്ചുനേറ്റ്ലി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സാരി ഉടുത്ത് പോകാൻ പറ്റില്ല, നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് ഒരു സ്റ്റൈൽ യൂണിയനിൽ നിന്ന് എടുത്തൊരു എൻ്റെ ഔട്ടാണ്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഇട്ടിട്ട് പോകുമ്പം ഡ്രസ്സ് ഇട്ടതാറ്റേ നമുക്ക് ഫീൽ ചെയ്യില്ല. അത്ര ബോഡി ഹഗിങ്, അത്ര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എനിക്ക് അതും കൂടി ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഞാനൊന്നും എടുത്ത് വയ്ക്കുന്നില്ല, ഇത് തന്നെ ധാരാളം.
എനിവേ അപ്പോൾ ഈ പെട്ടിയുടെ കാര്യം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, കഥ മറ്റേ പെട്ടിയേക്കാളും കുറച്ച് എനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ ആണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു സക്സസ്ഫുള്ളി. അടുത്ത ഈ ബാഗിലാണ് എൻ്റെ ബാത്റൂം തിങ്സ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എത്ര മാത്രം ഉണ്ടെന്ന്. ബാത്റൂം തിങ്സ് ഒക്കെ വയ്ക്കുന്നത് ഈ ബാഗിലാണ് കേട്ടോ, ലൈക്ക് ഈ ബാഗിലാണ്. പിന്നെ എൻ്റെ ജുംകാസ്, ഈ ഒരു ബോക്സ് നിറയെ ജുംകാസ് ആണ്. ജുംകാസ് എൻ്റെ മാല എല്ലാം വയ്ക്കുന്നത് ഇതിലാണ്. കുറച്ച് എന്താ പറയുക, ഒരു ബാക്ക് ബട്ടൺസ്, അങ്ങനെ ഒരു ബാക്കപ്പ് പോലെ കുറച്ച് സാധനങ്ങൾ കൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ വയ്ക്കാനുണ്ട്, ഇനി ഇതിൽ ഡ്രയർ വയ്ക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് പൗച്ച് വയ്ക്കാനുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വയ്ക്കാനുണ്ട്. അതിനിപ്പോൾ റെഡി ആവുന്ന സമയത്തും കൂടെ കഴിഞ്ഞിട്ട് അതൊക്കെ ഈ ബാഗിലേക്ക് വയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാഗ് പാക്കിംഗ് വിശേഷങ്ങൾ. അപ്പോൾ എവിടേക്കാണ്, ആരൊക്കെ പോകുന്നുണ്ട്, എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണോ ചെയ്യാറുള്ളത്? ഇച്ചിരി റഫായിട്ട്, ഞാനിപ്പോൾ ഒരു റഫായിട്ടാണല്ലോ പാക്ക് ചെയ്തത്. അല്ല നിങ്ങൾ തരം തിരിച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്തൊക്കെ പാക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ ഇനിയിപ്പോൾ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് എടുത്ത് വയ്ക്കാനുണ്ട്, പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വയ്ക്കാനുണ്ട്. ഈ ബാത്റൂം കിറ്റ്സിൽ കുറേ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാത്റൂം കിറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സ്കിൻ കെയർ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിവേ അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ആരൊക്കെയുണ്ട്, എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള വീഡിയോ നെക്സ്റ്റ് കമ്മിങ് സൂൺ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.